PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ SCRT NCRT നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി 9 മണിക്ക് വരുന്നത് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRTയിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അത് തീർന്നാൽ ഉടനെ എക്കണോമിക്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അത് ഒരാഴ്ച 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷനാണ്. നമ്മൾ കാലത്ത് പഠിക്കുന്ന 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന ഏതൊക്കെയാണോ ഭാഗങ്ങൾ, ആ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങളിൽ പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട് ചെയ്യുന്നു. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ലൈവായിട്ട് തന്നെ ചെറിയ കോഡ്സും കണക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നോട്ടും കൂടെ തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാനായിട്ട് ഇരിക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ പഠിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് കൃത്യമായി ഓർഡറിൽ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ലഭിക്കും. പഠിക്കേണ്ടതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ രാത്രി നമ്മൾ ചെയ്യുന്ന PYQൻ്റെ PDF ഇതെല്ലാം നമ്മൾ ടെലിഗ്രാമിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചു. ഇനി അവിടെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ സുപ്രീം കോടതിയാണ് വരുന്നത്. അപ്പോൾ സുപ്രീം കോടതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യയിൽ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥയാണ്. എങ്ങനെയുള്ള നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥ, അതായത് സിംഗിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് നമുക്ക് പറയാം. എന്താണ് സിംഗിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് രാജ്യത്ത് സുപ്രീം കോടതിയുണ്ട്, അതിന് താഴെ ഹൈക്കോടതിയുണ്ട്, അതിന് താഴെയായിട്ട് ജില്ലാ കോടതിയുണ്ട്, അതിന് താഴെയായിട്ട് മുൻസിഫ് കോടതിയുണ്ട്. അങ്ങനെ താഴേക്ക് കോടതികൾ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മുടെ ഈ കോടതികളെല്ലാം തന്നെ നമ്മുടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, അല്ലേ? അധികാരങ്ങളെല്ലാം വ്യത്യാസങ്ങളാണെങ്കിലും വ്യത്യാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ കോടതികളെല്ലാം തന്നെ ഒരുമിച്ചിട്ടുള്ള ഒറ്റ സംയോജിത രൂപമാണ്, അല്ലേ? സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും മറ്റെല്ലാ കോടതികളും അധികാരത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരൊറ്റ രൂപം, ഒരു സംയോജിത രൂപമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. അതുകൊണ്ടാണ് അതിനെ സിംഗിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥ എങ്ങനെയുള്ളതാണ്? ഏക സംയോജിത അല്ലെങ്കിൽ സിംഗിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് നീതിന്യായ വ്യവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഈ സിംഗിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ജുഡീഷ്യറി അല്ലെങ്കിൽ ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഈ ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സുപ്രീം കോടതിയിലോട്ട് വരാം. സുപ്രീം കോടതി രൂപം കൊള്ളുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണ്. അതറിയാലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ, അല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ ഏതൊരു ആർട്ടിക്കിളിലാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 124. ആർട്ടിക്കിൾ 124 എന്ത് പറയുന്നത്? ദർ ഷാൽ ബി എ സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സുപ്രീം കോടതി രൂപം കൊള്ളുന്നത് എപ്പോഴാണ്? 1950
ജനുവരി 26 രൂപം കൊണ്ടു. എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 ജനുവരി 28 ഓക്കെ. അപ്പൊ 1950 ജനുവരി 26 സുപ്രീം കോടതി രൂപം കൊള്ളുന്നത്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് 1950 ജനുവരി 28 എന്താണ് സുപ്രീം കോടതിയുടെ ആപ്തവാക്യം? സുപ്രീം കോടതിയുടെ ആപ്തവാക്യം ഇതാണ്: യഥോ ധർമ്മ സ്തതോ ജയ. യഥോധർമ്മ സ്തതോ ജയ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സുപ്രീം കോടതി രൂപം കൊള്ളുന്നത് 1950 ജനുവരി 26, ഉദ്ഘാടനം ചെയ്തത് 1950 ജനുവരി 28. ആപ്തവാക്യം എന്താണ്? യഥോധർമ്മ സ്തതോ ജയ എന്നതാണ് ആപ്തവാക്യം. ഇനി സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് HJ കനിയ അല്ലെങ്കിൽ ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ അല്ലെങ്കിൽ HJ കനിയാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിട്ട് അധികാരത്തിലിരുന്നത് YV ചന്ദ്രചൂഡാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഉണ്ടായിരുന്നത് ആരാണ്? ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് കമാൽ നരേൻ സിംഗ് ആണ് ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക, പേര് പഠിച്ചു വയ്ക്കാം. ഇനി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി എല്ലാവർക്കും അറിയാം, KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. ഇനി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നതും ആര് തന്നെയാണ്? KG ബാലകൃഷ്ണൻ തന്നെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് KG ബാലകൃഷ്ണൻ. ഇനി സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള, ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? ഇത്രയും നേരം പറഞ്ഞത് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച്. ഇനി ജഡ്ജായിട്ടുള്ള, സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ മലയാളി P. ഗോവിന്ദ മേനോനാണ് സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ മലയാളി. ഇനി സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിതയാര്? സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്തരിച്ചു, അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ജഡ്ജായിട്ടുള്ള, സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത ഫാത്തിമ ബീവി. അവരുടെ ജീവചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നീതിയുടെ ധീരസഞ്ചാരം എന്ന് പറയുന്ന ജീവചരിത്രം നമ്മൾ പഠിച്ചു. അത് എഴുതിയത് ആരായിരുന്നു? KT അഷറഫ് എഴുതിയിട്ടുള്ള നീതിയുടെ ധീരസഞ്ചാരം എന്ന് പറയുന്ന ഈ ജീവചരിത്രം സുപ്രീം കോടതിയുടെ ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിതയായ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് YV ചന്ദ്രചൂഡ്. ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് കമൽ നരേൻ സിംഗ്. ആദ്യത്തെ മലയാളി, ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ദളിത് വംശജനായ ആദ്യത്തെ വ്യക്തി KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ മലയാളി P. ഗോവിന്ദ മേനോൻ. സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം നീതിയുടെ ധീരസഞ്ചാരം എഴുതിയതാരാണ്? KT അഷറഫാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു അക്കാഡമിയെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കണം. അതായത് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ ജഡ്ജിമാരുണ്ടല്ലോ, കോടതിയിലെ ജഡ്ജിമാർ. അപ്പോൾ ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എന്ന് പറയുന്നത്. ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന അക്കാഡമിയാണ്
സ്ഥാപനമാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി. ഇതിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭോപ്പാലിലാണ്. ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ ചെയർമാൻ ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ സുപ്രീം കോടതിയിലെ പരമാവധി ജഡ്ജിമാർ എത്രയാണ്? സുപ്രീം കോടതിയിലെ പരമാവധി ജഡ്ജിമാർ എന്ന് പറയുന്നത് 34 കേട്ടോ. 34 എന്ന് പറയുമ്പോൾ ചീഫ് ജസ്റ്റിസും ബാക്കി 33 ജഡ്ജിമാരും ഉൾപ്പെടെയാണ് 34. അപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസ്, 33 ജഡ്ജിമാർ, അങ്ങനെയാണ് ടോട്ടൽ 34 സുപ്രീം കോടതിയിലെ പരമാവധി അംഗം അല്ലെങ്കിൽ ജഡ്ജിമാർ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഇനി ഇവരെ നിയമിക്കുന്നത്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിൽ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിലായിരിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിലാണ്. സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒന്നുകിൽ പ്രസിഡന്റിന്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ. ഓക്കെ, അപ്പോൾ ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിലാണ്. മറ്റു ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒന്നുകിൽ പ്രസിഡന്റിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരു ആളുടെ മുമ്പിൽ, ഒരു വ്യക്തിയുടെ മുമ്പിലായിരിക്കും അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊളീജിയം ഉണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊളീജിയം, കേട്ടോ, കൊളീജിയം എന്നാണ്, സോറി, സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊളീജിയം ഉണ്ട്. അപ്പോൾ ഈ കൊളീജിയത്തിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കൊളീജിയം, സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊളീജിയത്തിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. കൊളീജിയത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളുണ്ട്. ഒന്ന് ചീഫ് ജസ്റ്റിസ്, പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് 4 സീനിയർ ജഡ്ജിമാർ. ഓക്കെ, അപ്പോൾ ചീഫ് ജസ്റ്റിസും 4 സീനിയർ ജഡ്ജിമാരും അടങ്ങുന്ന കൊളീജിയമാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ചീഫ് ജസ്റ്റിസും 4 സീനിയർ ജഡ്ജിമാരും കൂടെ ചേർന്നിട്ടാണ് സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കൊളീജിയത്തിലെ 5 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 ആണ്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഇനി ഇവരുടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ, അതായത് ചീഫ് ജസ്റ്റിസിൻ്റെയും നമുക്ക് പറയണം, ജഡ്ജിമാരുടെയും പറയണം അല്ലേ. അപ്പം ശമ്പളം, ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 2,80,000 രൂപയാണ്. ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം 2,80,000. മറ്റ് ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപയായിരിക്കും. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം 2,80,000, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. അപ്പോൾ ഈ ശമ്പളം എല്ലാം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിൻ്റെയും എല്ലാം ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഈ ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? സ്കെഡ്യൂള് 2 അല്ലേ. സ്കെഡ്യൂൾ 2-ലാണ് ജഡ്ജിമാരുടെയും മറ്റുള്ളവരുടെയും എല്ലാം ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2ാമത്തെ സ്കെഡ്യൂളിലാണ്. ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ശമ്പളം മാത്രമല്ല, സുപ്രീം കോടതി ജഡ്ജിമാരുടെ പെൻഷനും ശമ്പളവും എല്ലാം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് എന്താ?
ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെന്റ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA കയ്യിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിൽ വരുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോക്സഭയിലെ 100 അംഗങ്ങളും അപ്പോൾ ലോക്സഭയിലെ 100 അംഗങ്ങളും എത്രയാണ്? ലോക്സഭയിലെ 100 അംഗങ്ങളും അതേപോലെ രാജ്യസഭയിലെ 50 അംഗങ്ങളും ഒപ്പിട്ട നീക്കം ചെയ്യാനുള്ള പ്രമേയം ആർക്ക്? സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാന് സമർപ്പിക്കണം. ഓക്കെ, എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ലോക്സഭയിലെ 100 അംഗങ്ങൾ, രാജ്യസഭയിലെ 50 അംഗങ്ങൾ എന്നിവർ ഒപ്പിട്ടിട്ടുള്ള ഈ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഒന്നുകിൽ സ്പീക്കറിന് അല്ലെങ്കിൽ ചെയർമാന് സമർപ്പിക്കണം. സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാന് സമർപ്പിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്പീക്കറിനോ ചെയർമാനോ പ്രമേയം അംഗീകരിക്കുകയോ വിസമ്മതിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്പീക്കറിനോ അല്ലെങ്കിൽ ചെയർമാനോ നമ്മളിത് സമർപ്പിക്കുന്നു. ഈ ഒരു പ്രമേയം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവരെന്ത് ചെയ്യും? ഇത് അംഗീകരിക്കും. ഒന്നുകിൽ സ്പീക്കറോ ചെയർമാനോ ഇതെന്ത് ചെയ്യും? അംഗീകരിക്കും, അല്ലെങ്കിൽ അവരതിന് വിസമ്മതം പ്രകടിപ്പിക്കും. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇവരെ പ്രമേയം അംഗീകരിച്ചെങ്കിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുള്ളൂ അല്ലേ. അപ്പോൾ ഇവർ പ്രമേയം അംഗീകരിച്ചു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യും? കുറ്റാരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 3 അംഗ സമിതി രൂപീകരിക്കും. സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ എന്താണ് ചെയ്യുന്നത്? ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട്, കുറ്റാരോപിതനായിട്ടുള്ള ആളുകളിനെതിരെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു 3 അംഗ സമിതി രൂപീകരിക്കും. ഒരു 3 അംഗ സമിതി രൂപീകരിക്കുന്നു. അപ്പോൾ ഈ 3 അംഗ സമിതിയിൽ ആരൊക്കെയാണുള്ളത്? ഒന്ന്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. 2, ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരിക്കും. 3, പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞൻ ഉണ്ടായിരിക്കും. ഓക്കെ, 3 അംഗ സമിതിയിൽ ആരൊക്കെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജി ഉണ്ടായിരിക്കും, ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരിക്കും, പ്രഗത്ഭനായ ഒരു നിയമജ്ഞൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു 3 അംഗ സമിതിയെ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട്, കുറ്റം തെളിയിക്കാനുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഈ 3 അംഗ സമിതിയെ രൂപീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഈ 3 അംഗ സമിതി ഉണ്ടല്ലോ, ഈ പറയുന്ന ജഡ്ജിയിൽ ആർക്കെതിരെയാണോ ഈ പ്രമേയം അവതരിപ്പിച്ചത് ആ ജഡ്ജിയിൽ കുറ്റം കണ്ടെത്തുകയോ അല്ലെങ്കിൽ കാര്യക്ഷമതയില്ലായ്മ തിരിച്ചറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രമേയം സഭയ്ക്ക് പരിഗണിക്കാം. ഈ സമിതി എന്ത് ചെയ്യുന്നു? ഈ കുറ്റം കണ്ടെത്തുന്നു. ഓക്കെ, സമിതി എന്ത് ചെയ്യാണ്? കുറ്റം കണ്ടെത്തിക്കഴിഞ്ഞാൽ സഭ എന്ത് ചെയ്യണം? ഈ പ്രമേയത്തെ അംഗീകരിക്കണം. സഭ എന്ത് ചെയ്യണം? പ്രമേയത്തെ അംഗീകരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പാർലമെന്റിന്റെ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യണം? പ്രമേയം പാസ്സാക്കണം. പാർലമെന്റിന്റെ ഓരോ സഭയും 3 അംഗ സമിതി അന്വേഷിച്ച് കണ്ടെത്തി പ്രമേയം എന്ത് ചെയ്തു? സഭയ്ക്ക് പരിഗണിച്ചു. അങ്ങനെ ആവുമ്പോൾ പാർലമെന്റിന്റെ ഓരോ സഭയും എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ ഈ പ്രമേയം പാസാക്കിയ ശേഷം ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവ്, സഭകൾ പാസാക്കിയതിനു ശേഷം ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവ് ആർക്ക് സമർപ്പിക്കണം? പ്രസിഡന്റിന്, രാഷ്ട്രപതിക്ക് സമർപ്പിക്കണം. അപ്പോൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവ് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. ഒടുവിൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവിൽ നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇംപീച്ച്മെന്റിന്റെ പ്രോസസ്സ്. ആദ്യം പറഞ്ഞത് നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ അല്ലെ, രണ്ടിലെയും അംഗങ്ങൾ വേണം. ലോക്സഭയിലെ 100 അംഗങ്ങൾ, രാജ്യസഭയിലെ 50 അംഗങ്ങൾ എന്നിവർ ഒപ്പിട്ടിട്ടുള്ള നീക്കം ചെയ്യാനുള്ള പ്രമേയം ആർക്കാണ് സമർപ്പിക്കുന്നത്? സ്പീക്കറിനോ ചെയർമാനോ സമർപ്പിക്കുന്നു. സ്പീക്കറോ ചെയർമാനോ എന്ത് ചെയ്യുന്നു? ഈ പ്രമേയം
അംഗീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ വിസമ്മതിക്കുകയും ചെയ്യാം. ഇനി അവരെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാൻ കുറ്റാരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു 3 അംഗ സമിതി രൂപീകരിക്കുന്നു. ആരൊക്കെ അടങ്ങുന്ന 3 അംഗ സമിതി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, പിന്നെ പ്രഗത്ഭനായുള്ള ഒരു നിയമജ്ഞൻ എന്നിവരടങ്ങുന്ന ഒരു 3 അംഗ സമിതി ഈ അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തിയിട്ട് കുറ്റം കണ്ടെത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രമേയം സഭയിൽ പരിഗണിക്കുന്നു. പാർലമെന്റിന്റെ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തോടുകൂടി പ്രമേയം പാസാക്കിയതിനു ശേഷം ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവ് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഈ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുന്നു. ഇതാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ, ചരിത്രം നോക്കുകയാണെങ്കിൽ, ഒരു സുപ്രീം കോടതി ജഡ്ജിമാരും ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഓക്കെ, പ്രമേയം അവതരിപ്പിച്ച് പുറത്താക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിയുണ്ട്. ഒരേ ഒരു സുപ്രീം കോടതി ജഡ്ജിയേ ഉള്ളൂ. അദ്ദേഹമാണ് ജസ്റ്റിസ് രാമസ്വാമി. ഓക്കെ, ആരും പുറത്താക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷേ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ കടന്നുപോയ ഒരേ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരേ ഒരു സുപ്രീം കോടതി ജഡ്ജിയാണുള്ളത്. ചീഫ് ജസ്റ്റിസ് അല്ല, ഒരേ ഒരു സുപ്രീം കോടതി ജഡ്ജിയാണുള്ളത്. ജസ്റ്റിസ് രാമസ്വാമിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ഭാഗം നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 5 ആണ്. ഭാഗം 5 ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയുള്ളതിലാണ് നമ്മുടെ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 124 മുതൽ 147 വരെ ഭാഗം 5 സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തേത് ആർട്ടിക്കിൾ 124 നമ്മൾ പറഞ്ഞു, സുപ്രീം കോടതി വേണം. ദർ ഷാൽ ബി എ സുപ്രീം കോർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124 എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, സുപ്രീം കോടതി വേണം എന്ന് പറയുന്നതും അതേപോലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ചും സത്യപ്രതിജ്ഞയെക്കുറിച്ചും, ഇതൊക്കെ നിയമിക്കുന്നത് ആരാ, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവരുടെ നിയമനം, സത്യപ്രതിജ്ഞ, ഇവരെ നീക്കം ചെയ്യുന്നത്, ഇവരുടെ യോഗ്യത, ഇതിനെല്ലാം കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124. അപ്പോൾ ഇതിൽ സുപ്രീം കോടതി വേണം എന്ന് പറയുന്ന 124 നമ്മൾ പറഞ്ഞു. നിയമിക്കുന്നത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ പ്രസിഡന്റിന്റെ മുമ്പിലും, മറ്റു ജഡ്ജിമാരാണെങ്കിൽ പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണെന്ന് പറഞ്ഞു. നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ ഇംപീച്ച്മെന്റ് നമ്മൾ പറഞ്ഞു. യോഗ്യത നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത എന്ന് പറയുന്നത്, ആദ്യത്തെ യോഗ്യത എല്ലായ്പ്പോഴും ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു യോഗ്യതയുണ്ട് അല്ലെ. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു യോഗ്യതയുണ്ട്. അതല്ലാതെയുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൈക്കോടതിയിൽ 5 കൊല്ലം ജഡ്ജി ആയിട്ടിരുന്ന ആളായിരിക്കണം. ഓറാണ് കേട്ടോ, ഇതൊക്കെ ഓപ്ഷനലാണ്. ഒന്നുകിൽ ഹൈക്കോടതിയിൽ 5 കൊല്ലം ജഡ്ജായിട്ടിരുന്ന ആളായിരിക്കണം, ഓർ അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താണ്, 10 കൊല്ലം ഹൈക്കോടതിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കണം. 10 കൊല്ലം ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ആളായിരിക്കണം. അതുമല്ലെങ്കിൽ ഓർ പിന്നെന്താണ് മൂന്നാമത്തേത്, കൊളീജിയം സജസ്റ്റ് ചെയ്ത പ്രസിഡന്റ് അംഗീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം. നമ്മൾ പറഞ്ഞു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊളീജിയം ഉണ്ടെന്ന് പറഞ്ഞു. ചീഫ് ജസ്റ്റിസും 4 സീനിയർ ജഡ്ജിമാരൊക്കെ അടങ്ങുന്ന 5 അംഗ സമിതിയാണ് കൊളീജിയം. ആ കൊളീജിയം സജസ്റ്റ് ചെയ്ത പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ആളായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യത. ഒന്നുകിൽ ഹൈക്കോടതിയിൽ 5 കൊല്ലം ജഡ്ജി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ 10 കൊല്ലം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൊളീജിയം സജസ്റ്റ് ചെയ്ത പ്രസിഡന്റ് അംഗീകരിച്ച വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിനുള്ള യോഗ്യതയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 124 കീഴിൽ വരുന്നതാണ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 125. ആർട്ടിക്കിൾ 125 പ്രതിപാദിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശമ്പളം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം നമ്മൾ പറഞ്ഞു അല്ലെ. ശമ്പളം, മറ്റാനുകൂല്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 125.
അപ്പോൾ അത് നമ്മൾ ശമ്പളവും പെൻഷനും എല്ലാം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000 രൂപയാണെന്ന് പറഞ്ഞു. മറ്റ് ജഡ്ജിമാരുടെ ശമ്പളം 2,50,000 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 125 സ്കെഡ്യൂൾ ഏതായിരുന്നു? സ്കെഡ്യൂൾ 2 ശമ്പളത്തെക്കുറിച്ച് പ്രതിപാദിക്കുക. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 126. ആർട്ടിക്കിൾ 126 പറയുന്നത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെക്കുറിച്ചാണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 126. എന്താണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ചീഫ് ജസ്റ്റിസ് ഇല്ല, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചീഫ് ജസ്റ്റിസിന്റെ ചുമതല നിർവഹിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുക. ഈ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 126 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകരം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞല്ലേ. ഇനി ഇവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചു, അല്ലേ? രാഷ്ട്രപതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രസിഡന്റ് ഇല്ല എന്ന് വിചാരിച്ചു. പ്രസിഡന്റിന്റെ അഭാവം വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ റോള് വഹിക്കുന്നത് ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വൈസ് പ്രസിഡന്റും ഇല്ല, പ്രസിഡന്റും ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ല, രണ്ടുപേരും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ റോള് വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇത് പ്രസിഡന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുക. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നത് ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 127. ആർട്ടിക്കിൾ 127 പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ഹോക്ക് ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ചാണ്. അഡ്ഹോക്ക് ജഡ്ജിമാർ എന്താണ്? അഡ്ഹോക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാറുണ്ട്. ഫോറിൻ വേർഡ്സ് പഠിക്കുന്ന സമയത്ത് അഡ്ഹോക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അഡ്ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി സെറ്റപ്പ് എന്നൊക്കെ രീതിയിൽ പഠിച്ചിട്ടുള്ളതാണ് അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ എന്താണ് അഡ്ഹോക്ക് ജഡ്ജിമാർ? ആ പേര് പോലെ തന്നെയാണ്, ടെമ്പററി ആയിട്ടുള്ള ജഡ്ജിമാർ. അതായത് ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയിൽ നമ്മൾ പറഞ്ഞു ജഡ്ജിമാരുടെ എണ്ണം 34 അല്ലേ? ഒരു ചീഫ് ജസ്റ്റിസും 33 മറ്റ് ജഡ്ജിമാരും അടങ്ങുന്ന 34 ജഡ്ജിമാരുണ്ടെന്ന് പറഞ്ഞു. ഈ 34 ജഡ്ജിമാരുണ്ടെങ്കിൽ കൂടി ഒരുപാട് കേസുകൾ, സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ ഒത്തിരി കേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ജഡ്ജിമാർ ഇല്ലാത്ത ചില ഘട്ടങ്ങളൊക്കെ വരും, അല്ലേ? അപ്പോൾ ആ സമയത്ത് ഹൈക്കോടതി ജഡ്ജിമാരെ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ ഹൈക്കോടതി ജഡ്ജസിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അവരെയാണ് നമ്മൾ പറയുന്നത് അഡ്ഹോക്ക് ജഡ്ജിമാർ. ഓക്കെ, ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള 34 ജഡ്ജിമാരുണ്ടെങ്കിൽ ആ 34 ജഡ്ജിമാർ പോരാതെ വരും. ചില കേസുകളൊക്കെ വരുന്ന സമയത്ത്, ഒരുപാട് കേസുകൾ വരുമ്പോൾ ഈ ജഡ്ജിമാർ പോരാതെ വരുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വെറുതെ കൊണ്ടുവരല്ല, ആരുടെ അനുവാദം വേണം? പ്രസിഡന്റിന്റെ അനുവാദം വേണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഹൈക്കോടതി ജഡ്ജിമാരെ അഡ്ഹോക്ക് ജഡ്ജിമാരായിട്ട് നിയമിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ അനുവാദം വേണം. അപ്പോൾ പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ ആവശ്യം കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഹൈക്കോടതി ജഡ്ജിമാരെ കൊണ്ടുവരുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അഡ്ഹോക്ക് ജഡ്ജിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്ഹോക്ക് ജഡ്ജിമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 127 എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 128. ആർട്ടിക്കിൾ 128 പറയുന്നത് റിട്ടയേർഡ് ജഡ്ജസിനെ കുറിച്ചാണ്. റിട്ടയേർഡ് ജഡ്ജസ്, ഓക്കെ, അതായത് സുപ്രീം കോടതി ജഡ്ജസ് റിട്ടയർഡ് ആയി പോയി, വിരമിച്ചു പോയവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യം ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് ഇരുന്ന ഒരാൾ റിട്ടയർഡ് ആയി പോയി. ഈ റിട്ടയർഡ് ആയി പോയ ആൾക്ക് പിന്നീട് സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു കേസിൽ ജഡ്ജായിട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. ഓക്കെ, വിരമിച്ചു പോയ ആൾക്ക് പ്രത്യേക കേസ് വരുന്ന സമയത്ത് അവിടെ സുപ്രീം കോടതി ജഡ്ജായിട്ട് വീണ്ടും ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. സുപ്രീം കോടതിയിലെ അപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിന്റെ സേവനം ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടിയിട്ട് എന്തു ചെയ്യാം? റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജസിനെ ജഡ്ജായിട്ട് പരിഗണിക്കാം. പക്ഷെ അവരൊരിക്കലും സ്ഥിരമായിരിക്കില്ല.
അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 128. അപ്പോൾ ആർട്ടിക്കിൾ 128 റിട്ടയേർഡ് ജഡ്ജസിനെ കുറിച്ചാണ് പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജായിട്ട് അവർ വിരമിച്ചു പോയി, പക്ഷേ ഇപ്പം നിലവിലുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ആ ജഡ്ജിമാരുടെ സഹായം ആവശ്യമാണ് എന്ന് തോന്നുന്ന പക്ഷം പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടിയിട്ട് ഈ റിട്ടയർഡായി പോയിട്ടുള്ള ജഡ്ജസിനെ വീണ്ടും സുപ്രീം കോടതി ജഡ്ജായിട്ട് നിയമിക്കാം. പക്ഷെ അവർ താൽക്കാലികമായിരിക്കും, ഒരിക്കലും സ്ഥിരമായിരിക്കില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം റിട്ടയേർഡ് ജഡ്ജസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 128. ഇനി അടുത്തത് ആർട്ടിക്കിൾ 129. ആർട്ടിക്കിൾ 129 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ് എന്ന് പറയുന്നതാണ് കേട്ടോ. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. അതായത് സുപ്രീം കോടതിക്ക് താഴെയുള്ള കോടതികൾ, നമ്മൾ പറഞ്ഞു ഹൈക്കോടതി ഉണ്ട്, ജില്ലാ കോടതി ഉണ്ട്, മുനിസിപ്പൽ കോടതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ താഴെയുള്ള കോടതികൾക്ക് സുപ്രീം കോടതിയുടെ എല്ലാ വിധികളും ബാധകമാണ്. ആ വിധികളെ എല്ലാ കോടതികളും എന്ത് ചെയ്യണം? മാനിക്കണം. കീഴ്ക്കോടതികൾ ഒരിക്കലും ആ വിധികളെ ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല, അല്ലേ? അതായത് സുപ്രീം കോടതിക്ക് അതിൻ്റേതായിട്ടുള്ള, അവരുടെ വിധികൾക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പോൾ ഈ വിധികളെ ഏതെങ്കിലും തരത്തിൽ ബഹുമാനക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കാനും കൂടെ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ കോടതികളും മാനിക്കേണ്ടതാണ്, അംഗീകരിക്കേണ്ടതാണ്. ആ വിധിയെ ആരും തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബഹുമാനക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആണ് എന്ന് പറയുന്നത് സുപ്രീം കോടതി. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129 എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 130. ആർട്ടിക്കിൾ 130 പറയുന്നത് എന്താണ്? സുപ്രീം കോടതിയുടെ ആസ്ഥാനത്തെ കുറിച്ചാണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്, അല്ലേ? സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പോൾ ഡൽഹി ആവണമെന്ന് നിർബന്ധമില്ല എന്ന് കൂടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 130 സുപ്രീം കോടതിയുടെ ആസ്ഥാനത്തെ കുറിച്ച് പറയുന്നു. ആസ്ഥാനം ഡൽഹിയാണ്, പക്ഷെ ഡൽഹി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് താല്പര്യമുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ ഏത് പ്രദേശത്തും സിറ്റിംഗ് നടത്തുവാനുള്ള അധികാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുണ്ട്. പ്രസിഡന്റിന്റെ അനുവാദത്തോടുകൂടി എവിടെ വേണമെങ്കിലും സിറ്റിംഗ് നടത്താം. ഡൽഹിയാണ് ഇപ്പോഴത്തെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആർട്ടിക്കിൾ 131. ആർട്ടിക്കിൾ 131 പറയുന്നത് സുപ്രീം കോടതിയുടെ തനതധികാരത്തെ കുറിച്ചാണ്. തനതധികാരം എന്താണ്? തനതധികാരം ആർട്ടിക്കിൾ 131 തനതധികാരത്തെ കുറിച്ച് പറയുന്നു. തനതധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു അപ്പീൽ കോടതിയാണ്, അല്ലേ? നമുക്കറിയാം താഴെയുള്ള കേസിൽ, അതായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു കേസ് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോകും, അല്ലേ? അപ്പോൾ ഒരു അപ്പീൽ കോടതിയാണ് സുപ്രീം കോർട്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പം നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ഓടിച്ചെന്ന് കേസ് വാദിക്കാനൊക്കെ പറ്റുമോ? ഇല്ല. പക്ഷെ ചില കേസുകൾ കീഴ്ക്കോടതിയിലേക്ക് പോകുന്നത് ഒഴിവാക്കി ഡയറക്റ്റായിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ തന്നെ വിചാരണ നടത്താൻ പറ്റും. ചില കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട്, ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ പറ്റില്ല. പക്ഷെ ചില കേസുകൾ വരുമ്പോൾ നമുക്ക് മറ്റു കോടതികളെയൊക്കെ വിട്ട് ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് വിചാരണ നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള കേസ് നമുക്ക് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയുടെ അടുത്ത് പോയിട്ട് വിചാരണ നടത്താം. അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ ഉള്ള തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റു കോടതികളെ സമീപിക്കാതെ നേരിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് വിചാരണ നടത്താം. അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും ഒന്നിലധികം സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമുക്ക് സുപ്രീം കോടതിയുടെ തനതധികാരം എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ തനതധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സുപ്രീം കോടതി നേരിട്ട് ചെന്നിട്ട് വിചാരണ നടത്താൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള സന്ദർഭങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ, സ്റ്റേറ്റും തമ്മിലുള്ള തർക്കം, ഒരു സ്റ്റേറ്റും മറ്റനേകം സ്റ്റേറ്റുകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ, ഇതിനൊക്കെ നമുക്ക് സുപ്രീം കോടതിയിൽ പോയി നേരിട്ട് വിചാരണ നടത്താം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് സുപ്രീം കോടതിയുടെ തനതധികാരം ആർട്ടിക്കിൾ 131 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് 132. സുപ്രീം കോടതിയുടെ
അപ്പീൽ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 132. സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം എന്ന് പറയുന്നത് ചില സ്പെഷ്യൽ കേസുകളിൽ, ചില പ്രത്യേക കേസുകളിലേക്കുള്ള അപ്പീൽ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 132 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 133 എന്ന് പറയുന്നത് സിവിൽ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപ്പീൽ അധികാരമാണ്. 132 പറഞ്ഞത് ചില പ്രത്യേക കേസുകൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പീൽ അധികാരം, 133 സിവിൽ കേസുകളുടെ മേലുള്ള അപ്പീൽ അധികാരം, 134 ആണെങ്കിലോ ക്രിമിനൽ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപ്പീൽ അധികാരം. ക്രിമിനൽ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപ്പീൽ അധികാരം 134 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 137. ആർട്ടിക്കിൾ 137 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിക്ക് സ്വന്തം തീരുമാനങ്ങൾ എന്തു ചെയ്യാം, പുനഃപരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കോടതി വിധി വന്നു, ഓക്കെ, എന്നിട്ട് അത് എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ള കാര്യം പുനഃപരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി, ഇപ്പം മറ്റുള്ള കോടതികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ജില്ലാ കോടതിയിൽ എന്തെങ്കിലും ഒരു പെശക് വന്നു, അത് പിന്നീട് അപ്പീൽ പോയി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി വിചാരണ ചെയ്യുന്നു, പരിശോധിക്കുന്നു. ഹൈക്കോടതിയിൽ പറ്റിയില്ലെങ്കിൽ ഹൈക്കോടതിയിലെ കേസ് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ എന്തെങ്കിലും മാറ്റം വന്നു, പുനഃപരിശോധിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലിൽ വേറെ കോടതിയില്ല. അപ്പോൾ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം, സ്വന്തം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാവുന്നതാണ്. അതിനുള്ള റൈറ്റ്സ് ആണ്, അതിനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 137 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 137 സുപ്രീം കോടതിക്ക് സ്വന്തം തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാവുന്നതിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 141. ആർട്ടിക്കിൾ 141 പറയുന്നത് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമാണ്. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 141. ഇനി ആർട്ടിക്കിൾ 143 ഉണ്ട്. അതെന്താ പറയുന്നത്, സുപ്രീം കോടതിയുമായിട്ട് ആലോചിക്കുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സുപ്രീം കോടതിയുമായിട്ട് ആലോചന നടത്തുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ചില കാര്യങ്ങളിൽ ഉപദേശിക്കാനുള്ള, അപ്പോൾ സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 143. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിനുള്ള അധികാരമുണ്ട് ചില കാര്യങ്ങളിൽ. അപ്പം അതിനെയാണ് 143 പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ടേം ജുഡീഷ്യൽ ആക്ടിവിസം. എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്? ജുഡീഷ്യൽ ആക്ടിവിസം അതായത് ഇപ്പോൾ രാജ്യത്തെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ കൂടി പങ്കാളിത്തം വരുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഇത് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? യു എസ് എയുടെ കയ്യിൽ നിന്നാണ് ഈ പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊതു താൽപര്യ ഹർജികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക, PN ഭഗവതി എന്നാണ് കേട്ടോ, PN ഭഗവതി. ഓക്കെ, ഇപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് കോടതിയുടെ കൂടി പങ്കാളിത്തം വരുന്ന പ്രവർത്തനം, അതിനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുക. അതിന് നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നത്. അപ്പോൾ പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് PN ഭഗവതി എന്നുള്ളത് ഓർത്തിരിക്കുക. പൊതു താൽപര്യ ഹർജി എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് USA കയ്യിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ ടെലിഗ്രാമിൽ ഇട്ട് തരും. അപ്പോൾ അതും കൂടെ വായിച്ച് പഠിക്കണം. ഇതിലില്ലാത്ത കുറച്ച് അഡീഷണൽ പോയിന്റ്സ് അവിടെ ഉണ്ടാവും, അതിലില്ലാത്ത കുറേയധികം പോയിന്റ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവൻ കണ്ട് നോട്ട്സും വായിച്ചെങ്കിലേ അത് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.